സോ നമുക്ക് കുറച്ച് കേരള സ്റ്റൈൽ മീൻ അച്ചാർ ഉണ്ടാക്കാം. നമ്മളിവിടെ ചൂര മീനാണ് എടുത്ത് വെച്ചേക്കുന്നത്. ചൂര മീനിൻ്റെ മാരിനേറ്റ് ചെയ്ത് എണ്ണ ചൂടായി ഇങ്ങനെ ഇട്ട് നന്നായിട്ട് അതിനെ വറുത്തെടുക്കാം. ഒരു 3-4 ബാച്ച്. സോ ഏകദേശം 1 കിലോ മീനാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു 2-3 ബാച്ചായിട്ട് ഇങ്ങനെ വറുത്ത് ആദ്യം കോരി മാറ്റി വെക്കാം. എന്തൊക്കെയായിരുന്നു? മുളകും മഞ്ഞപ്പൊടി കുരുമുളകും ഉപ്പൂടിട്ട് കുഴച്ച് വെക്കും. മീനിന് കൊടുത്ത് മീൻ്റെ പുറത്ത് കുറച്ച് നേരം ഒരു 1-2 മണിക്കൂർ ഇരുന്നിട്ട് വേണം അത് വറുക്കാനായിട്ട്. ഇതിങ്ങനെ കുത്തി കൊടുക്കണോ? എന്തിന്? നിങ്ങളുടെ അമ്മയാണെങ്കിൽ അതാപ്പ വറുത്തു. അപ്പോൾ വ്യത്യാസമുണ്ട്. ശരിയാ. നമ്മൾ കടി പൊട്ടിച്ചു. ഇനി കറിവേപ്പില ഇടാൻ പോവാണ്. കറി നന്നായിട്ട് പൊട്ടി വരുന്നു. കറിവേപ്പിലേക്ക് നന്നായിട്ട് അങ്ങ് നോക്കട്ടെ. കുറച്ചുകൂടെ കറിവേപ്പിലയാവും. കറിവേപ്പിലയ്ക്ക് ഇപ്പം ക്ഷാമൊന്നും ഇല്ലല്ലോ. വെളുത്തുള്ളി ഇട്ട് ചതക്കും. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് അതിനെ നന്നായിട്ടൊന്ന് മുട്ടിക്കും. അച്ചാറിന് കുറച്ച് ടേസ്റ്റ് ഒരു വടക്കംപുളി ഇട്ടേക്കാണ്. ഇത് മീനച്ചാറാണല്ലോ. വടക്കംപുളി പ്രത്യേകിച്ച് ചൂരമീൻ്റെ കൂടെ നല്ല നമ്മൾ മിക്സ് ചെയ്തായിരിക്കുന്നത്. കാശ്മീരി മുളകും 2 സ്പൂണും. പിന്നെ ഇതെന്ത് മുളക്? അത് മതിയല്ലേ? എരി കൂടുതലല്ലേ? അല്ല അതിനാണ് എരി ഉള്ളതാ. ഏതാ? ഒരു 1/2 ആയിക്കോട്ടെ ടേബിൾ സ്പൂൺ. സോ കായപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് 1/4 ടീസ്പൂണാണ്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇടാം. ഉപ്പ് നമ്മൾ മീനിനും ഇട്ട് വറുത്തയാണ്. എല്ലാം നമ്മൾ കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ അതിനകത്ത് നന്നായിട്ട് കിടക്കുകയാണ്. ഇനി നമുക്ക് തീ അണച്ച് ഇതിങ്ങനെ സെറ്റ് ആവാനായിട്ട് വെക്കാം. ഇത് സെറ്റായി കിട്ടാനായിട്ട് ഒരു 2 ദിവസമൊക്കെ എടുക്കും. നമ്മൾ കുറച്ച് വിനെഗർ അയച്ചു കൊടുക്കുന്നുണ്ട്. വിനെഗർ ഒഴിച്ചാൽ ഇത് കുറച്ച് പെട്ടെന്ന് ഇത് സെറ്റ് ആവുന്നതായിരിക്കും. സോ നമ്മൾ